നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു കുറിപ്പ്, അത് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടുകയാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യകൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ SHO ആയ അൻസൽ അബ്ദുള്ള. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ വർഷം ജനുവരി 1 മുതൽ മാർച്ച് 30 വരെ കിട്ടിയിരിക്കുന്ന 700 പരാതികളിൽ 500ഓളം കുടുംബ പ്രശ്നങ്ങളായിരുന്നുവെന്നാണ് SHO പറയുന്നത്. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്ന ആളുകൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന് രാത്രി 8 മണിക്ക് ശേഷം ഒപ്പിടാൻ പറയാറുണ്ടെന്ന് SHO തന്നെ പറയുന്നുണ്ട്. 2 മാസം മുന്നേ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനിയും മക്കളും, കഴിഞ്ഞ ദിവസം ആറ്റിൽ ചാടി മരിച്ച അഭിഭാഷകയായ ജിസ്മോൾ ജിമ്മിയും മക്കളും ഒരു തവണയെങ്കിലും സ്റ്റേഷനിലെത്തി തന്നെ വന്ന് കണ്ടു ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നുവെന്നും ഈ വൈകാരികമായ കുറിപ്പിൽ SHO പറയുന്നു. 2 മാസം മുന്നേ ചിന്നിച്ചിതറി തെറിച്ചു വീണ ഷൈനിയെയും 2 കുഞ്ഞു ശരീരങ്ങളെയും മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് ടേബിളിൽ പെറുക്കി വെച്ച് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ മക്കളുടെ മുഖങ്ങളാണ് മനസ്സിലൂടെ ഓർമ്മ വന്നത്. ഒരു തവണയെങ്കിലും അവർ എത്തിയിരുന്നെങ്കിൽ, ഞങ്ങളെ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് വെറുതെയെങ്കിലും ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. യാന്ത്രികമായ ആ ജോലിയൊക്കെ കഴിഞ്ഞു. വീണ്ടും സമാന സംഭവമുണ്ടായി. 2 കുട്ടികളും കാരിതാസ് ഹോസ്പിറ്റലിൽ. ആ ചെറിയ മക്കളുടെ ചേതനയേറ്റ കുഞ്ഞു മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. ഇന്നലെ രാത്രി കണ്ണ് കൂട്ടി അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തനിക്കുണ്ടായതെന്നും ഈ കുറിപ്പിലൂടെ SHO പറയുന്നു. SHOയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ 2025 ജനുവരി 1 മുതൽ മാർച്ച് 30 വരെ 700 പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതിൽ 500-നടുത്ത് കുടുംബ പ്രശ്നങ്ങൾ. ഇതിൽ ഒരു 10% പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ. ഇത്തരത്തിൽ മദ്യപിച്ച് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നമുണ്ടാകാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന് രാത്രി 8 മണിക്ക് ശേഷം ഒപ്പിടൽ, ദിവസവും 100 ആളുകൾക്കടുത്ത് വിവിധ ദിവസങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് ഏറ്റുമാനൂർ. ഒപ്പിടാൻ വന്നില്ല എങ്കിൽ വളരെ കൃത്യമായി അവരെ വിളിച്ചു ചോദിക്കുമെന്നത് എന്താണ് വരാത്തതെന്നുള്ളത്. ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം, ചേട്ടനിപ്പോൾ കുഴപ്പമില്ല സാർ, ഒപ്പിടൽ നിർത്തിക്കോ. ഇതുപോലെ വളരെ കൃത്യമായിട്ട് മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനവും നടത്തിയാണ് ഏറ്റുമാനൂർ പോലീസുകാർ 100 കണക്കിന് ആത്മഹത്യകൾ ഇങ്ങനെ ദിവസേന തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസം മുന്നേ ചിതറിത്തെറിച്ച ഷൈനിയും 2 കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് ടേബിളിൽ പെറുക്കി വെച്ച് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എൻ്റെ സിദ്രുവിൻ്റെയും അയനയുടെയും മുഖങ്ങൾ മനസ്സിൽ മാറി വന്നു. ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഷൈനിയും മക്കളും വന്ന് ഞങ്ങളെ കണ്ടിരുന്നെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയ നിമിഷം. ഒരുതരം യാന്ത്രികമായി ആ ജോലി ചെയ്തു കഴിഞ്ഞു. ഇന്നലെ വീണ്ടും സമാന സംഭവം. ഒരമ്മയും 2 കുട്ടികളും കാരിതാസ് ഹോസ്പിറ്റലിൽ. ആ ചെറിയ മകളുടെ ചേതനയേറ്റ കുഞ്ഞുമുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. ഇന്നലെ രാത്രി കണ്ണുകൂട്ടി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ആരുമില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഏറ്റുമാനൂർ പോലീസ്, അതുപോലെ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഈ SHO. പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കുന്നവർക്ക് മുന്നിൽ തുറന്നു പറയുക എന്നുള്ളതാണ് ഏക പോംവഴിയും. പരിഹാരമുണ്ടാകും എത്രയും വേഗത്തിൽ. ജിസ്മോളും മകളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് ജിമ്മിയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടിൽ നിരന്തരം കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ പശ്ചാത്തലത്തിലാണ് ഭർത്താവ് ജിമ്മിയുടെയും വീട്ടിലുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. ജിസ്മോളുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്നും ചിലരുടെ മൊഴി ഇതിനോടകം തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. 1 വർഷം മുന്നേ ഉണ്ടായ പ്രശ്നം വീട്ടുകാർ പറഞ്ഞു തീർത്തുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നിട്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന് വേണം കരുതാൻ. അഭിഭാഷകയും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ജിസ്മോൾ. കഴിഞ്ഞ ദിവസമാണ് ജിസ്മോളെയും മക്കളെയും മീനച്ചിലാറ്റിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയർക്കുന്നം നീറിക്കാട് തൊണ്ണമാവുങ്കൽ ജിസ്മോൾ തോമസ് എന്ന 34-കാരിയും മക്കളായ നേഹ ആൻ ജിമ്മി എന്ന 5 വയസ്സുകാരി, നോറാലിസ് ജിമ്മി എന്ന 2 വയസ്സുകാരിയുമാണ് മരണപ്പെട്ടത്. മൂത്തോലി പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഹൈക്കോടതിയിലെ അഭിഭാഷകയും കൂടിയാണ് ജിസ്മോൾ. മക്കളെയും കൂട്ടി ജിസ്മോൾ ആറ്റിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മരണകാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അന്വേഷണം ഇപ്പോഴും പോലീസ് തുടരുന്നുവെന്നാണ് ഏറ്റുമാനൂർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ സംഭവം ഉണ്ടായത്. സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയ ശേഷം ആറുപാനൂർ പുളിങ്കടവ് നിന്നും ആറ്റിലേക്ക് എടുത്ത് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അധികം ആഴവും ഒഴുക്കുമുള്ള അപകട മേഖല കൂടിയാണ് ഇവിടം. 50 മീറ്ററോളം അകലെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ട നാട്ടുകാരാണ് കുഞ്ഞുങ്ങളെ കരയ്ക്ക് എത്തിച്ചത്. ആറിന്റെ മറുകരയിൽ നിന്നും ജിസ്മോളെയും കണ്ടെത്തി. മൂവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ പോലും രക്ഷിക്കാനായി സാധിച്ചില്ല. ഇന്നലെ രാവിലെ തന്നെ ജീവനൊടുക്കാൻ ജിസ്മോൾ ശ്രമം നടത്തിയെന്നാണ് പോലീസ് കരുതുന്നത്.
ഞരമ്പ് മുറിച്ചതുപോലെ കയ്യിൽ ഒരു മുറിപ്പാട് കാണുന്നുണ്ട്. നടുവിന് മുകളിൽ പൊള്ളലേറ്റതിന് സമാനമായ പാടുകളുണ്ടെന്നും രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ തന്നെ പറയുന്നു. ജിസ്മോൾ വിഷം കഴിച്ചിരുന്നുവെന്ന സംശയവും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. വീട്ടിലെ ഫാനിന്റെ ലീഫ് അടക്കം വളഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം അടക്കം ഒരുപക്ഷെ ജിസ്മോൾ നടത്തിയിരിക്കുമെന്ന ഒരു അനുമാനത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. സംസ്കാരത്തിനുള്ള മറ്റ് നടപടികൾ ആരംഭിക്കുകയാണ്. മുതോലി പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കൽ തോമസിന്റെയും പരേതനായ ലിസി തോമസിന്റെയും മകളാണ് ജിസ്മോൾ. തള്ളളം കാരിത്താസ് ആശുപത്രിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജിമ്മി ജോസഫാണ് ഭർത്താവ്. ജിസ്മോളുടെ സഹോദരങ്ങൾ 2 പേരാണ് ഉള്ളത്. ഇരുവരും വിദേശത്താണ്. അമ്മയുടെ അപ്രതീക്ഷിതമായൊരു വിയോഗത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ജിസ്മോൾ ഇറങ്ങിയത്. പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി 2017 ആണ്ടൂർ കവലയിലുണ്ടായ ഒരു സ്കൂട്ടർ അപകടത്തിലായിരുന്നു ജിസ്മോളുടെ അമ്മ ലിസി തോമസ് മരിച്ചത്. മൂത്തോലി തെക്കുമുറി വാർഡ് അംഗം കൂടിയായിരുന്നു ലിസി. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജിസ്മോൾ വിജയിച്ചു വന്നു. 2018 പഞ്ചായത്ത് അംഗമായി. 2019-20 കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമായി. ഈ സമയത്തായിരുന്നു വിവാഹം നടന്നത്. പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ജിസ്മോൾ പാലായിലും ഹൈക്കോടതിയിലുമായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പിതാവ് തോമസ് മാർച്ച് 29-ന് UK യാത്ര തിരിച്ചിരുന്നു. സഹോദരങ്ങളും അവിടെ തന്നെയാണ്. ഇതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.